ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് എഗ് റെസിപ്പീസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വറുത്തരച്ച മുട്ടക്കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരവിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്നും ഒഴിക്കാതെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഇവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 ടീസ്പൂൺ അത് മതിയാവും. അപ്പോൾ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അങ്ങനെ വരുമ്പോൾ കറിക്ക് കയ്പ്പ് രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത്രയ്ക്കും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ചൂടാറി വരുമ്പം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യാം. സവാളയൊന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും 1 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി വെന്തുടഞ്ഞ് വരട്ടെ. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. ആ ഒരു പേസ്റ്റ് നമുക്ക് തയ്യാറാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം.
പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ, തിളച്ച് കുറുകി വരട്ടെ. കറി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുമുണ്ട് കറി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും ചേർക്കുന്നത് പോലെ പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട. 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്